നമസ്കാരം. ഇന്ത്യയിൽ US വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഇന്ത്യയിൽ മുഴുവൻ പിടിമുറുക്കുകയാണ് ട്രംപ്. ഇന്ത്യയിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ പോലും അനുവാദം വേണമെന്ന തരത്തിൽ ഇന്ത്യയുടെ കഴുത്തിൽ ട്രംപ് ചങ്ങലയിട്ടു കഴിഞ്ഞു. ഇറാനിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്തെന്ന ആരോപണത്തിൽ US ഏജൻസി വിവരങ്ങൾ തേടിയതായി അദാനി എന്റർപ്രൈസസ് വെളിപ്പെടുത്തുകയാണ്. കഴിഞ്ഞ വർഷം ജൂണിൽ US മാധ്യമം പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടിൽ ഉപരോധം മറികടക്കാനായി പ്രത്യേക കപ്പൽ പാതകളിലൂടെ അദാനിയുമായി ബന്ധമുള്ള കമ്പനികൾ ഇറാനിൽ നിന്ന് LPG ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തുവെന്ന് പരാമർശിച്ചിരുന്നു. ആരോപണം അദാനി ഗ്രൂപ്പ് അന്നേ തള്ളി. US-ന്റെ ഓഫീസ് ഓഫ് ഫോറിൻ അസറ്റ്സ് കൺട്രോൾ ആണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച വിവരം തേടിയത്. ആവശ്യമുള്ള വിവരങ്ങൾ നൽകുമെന്നും അദാനി ഗ്രൂപ്പ് അറിയിച്ചു കഴിഞ്ഞു. ഇറാനിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്തെന്ന ആരോപണത്തിൽ US ഏജൻസികൾ വിവരം തേടിയതായി അദാനി എന്റർപ്രൈസസ് വെളിപ്പെടുത്തിയ സംഭവം സാധാരണ ഒരു കോർപ്പറേറ്റ് വാർത്തയല്ല. ഇത് ഇന്ത്യ അമേരിക്ക ബന്ധങ്ങളുടെ മാറുന്ന സ്വഭാവത്തെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു സംഭവ വികാസമാണ്. ഇവിടെ ഉയരുന്ന പ്രധാന ചോദ്യം എന്നാൽ ഇന്ത്യയിലെ ഒരു സ്വകാര്യ കമ്പനി നടത്തിയെന്ന് പറയുന്ന ഇടപാടിനെ കുറിച്ച് US ഏജൻസികൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഇടപെടുന്നു? അന്താരാഷ്ട്ര ഉപരോധങ്ങൾ അമേരിക്ക പ്രഖ്യാപിച്ചതാണെങ്കിലും ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ, ഇറക്കുമതി, കയറ്റുമതി നയങ്ങൾ, വ്യാപാര ബന്ധങ്ങൾ എന്നിവ നിശ്ചയിക്കുന്നത് ഇന്ത്യയുടെ സർക്കാരാണ്. എന്നിരുന്നാലും അമേരിക്കയുടെ ഉപരോധ നയങ്ങൾ ലോകമൊട്ടാകെ ബാധകമാകുന്ന രീതിയിൽ നടപ്പിലാക്കപ്പെടുമ്പോൾ അത് മറ്റു രാജ്യങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നില്ലേ എന്ന ചോദ്യം ശക്തമാവുകയാണ്. ഇറാൻ വിഷയത്തിൽ അമേരിക്കയുടെ നിലപാട് വ്യക്തമാണ്. എന്നാൽ ഇന്ത്യയുടെ നിലപാട് പലപ്പോഴും വ്യത്യസ്തമായിട്ടുണ്ട്. ഇന്ത്യക്ക് ഊർജ്ജ സുരക്ഷ സുപ്രധാനമാണ്. കുറഞ്ഞ വിലയ്ക്ക് എണ്ണയും LPG-യും ലഭിക്കുന്നതിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരത ഇന്ത്യക്ക് ഉറപ്പാക്കാം. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ അമേരിക്കയുടെ ജിയോ പൊളിറ്റിക്കൽ താല്പര്യങ്ങൾ ഇന്ത്യയുടെ വ്യാപാര നയങ്ങളെ സ്വാധീനിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അതൊരു സ്വാഭാവിക കൂട്ടുകെട്ടിനേക്കാൾ അധികമായി സമ്മർദ്ദമായി മാറും. പ്രതിരോധ കരാറുകൾ, സാങ്കേതിക സഹകരണങ്ങൾ, ക്വാഡ് പോലുള്ള കൂട്ടായ്മകൾ ഇവയെല്ലാം ഇന്ത്യയുടെ ആഗോള സ്ഥാന മൂല്യം ഉയർത്തുന്നുവെന്ന വാദമുണ്ട്. എന്നാൽ അതിനൊപ്പം അമേരിക്കൻ നിയമങ്ങളും ഉപരോധങ്ങളും ഇന്ത്യയിലെ കമ്പനികളെയും വ്യവസായ പ്രമുഖരെയും നേരിട്ട് ബാധിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അതൊരു അസമമായ ബന്ധത്തിന്റെ സൂചനയായി വിലയിരുത്തപ്പെടും. ഒരു രാജ്യത്തിന്റെ വലിയ കോർപ്പറേറ്റുകളെ ലക്ഷ്യമിട്ട് വിദേശ ഏജൻസികൾ അന്വേഷണം നടത്തുമ്പോൾ അത് നിക്ഷേപദാതാവിനെയും ഓഹരി വിപണിയെയും സ്വാധീനിക്കും. അന്താരാഷ്ട്ര സാമ്പത്തിക വ്യവസ്ഥയിൽ ഡോളറിന്റെ ആധിപത്യം നിലനിൽക്കുന്നിടത്തോളം അമേരിക്കയ്ക്ക് സാമ്പത്തിക സമ്മർദ്ദം ചെലുത്താനുള്ള വലിയ ശേഷിയുണ്ട്. അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ട്രംപ് പല രാജ്യങ്ങളോടും കടുത്ത വ്യാപാര നയങ്ങൾ സ്വീകരിച്ചപ്പോൾ ഇന്ത്യയും അതിൽ നിന്ന് ഒഴിവല്ലായിരുന്നു. ഇറക്കുമതി തീരുവകൾ, സ്റ്റീൽ അലൂമിനിയം നികുതികൾ, ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ്, പദവി പിൻവലിക്കൽ എന്നിവയൊക്കെ ഇന്ത്യക്ക് മുന്നറിയിപ്പായിരുന്നു. ഭാവിയിൽ ഏത് അമേരിക്കൻ ഭരണകൂടവും തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾ മുൻനിർത്തി കടുത്ത നടപടികൾ കൈക്കൊള്ളാൻ സാധ്യതയുണ്ട് എന്നത് നിഷേധിക്കാനാവില്ല. അതുകൊണ്ട് ഇന്നത്തെ സംഭവ വികാസങ്ങളെ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട അന്വേഷണം എന്ന നിലയിൽ മാത്രം കാണുന്നത് മതിയാകില്ല. ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങൾ എത്രത്തോളം സ്വതന്ത്രമാണെന്നതും ആഗോള ശക്തികളുടെ സമ്മർദ്ദത്തെ എങ്ങനെ നേരിടാമെന്നതും ചർച്ച ചെയ്യേണ്ട സമയമാണ്. അമേരിക്കയുമായി അടുത്ത ബന്ധം ഇന്ത്യക്ക് തന്ത്രപ്രധാനമാണ്. പ്രതിരോധ സാങ്കേതിക വിദ്യ, സെമി കണ്ടക്ടർ നിക്ഷേപങ്ങൾ, ആഗോള വിപണികളിലേക്കുള്ള പ്രവേശനം എന്നിവയിൽ അത് ഗുണകരവുമാണ്. പക്ഷേ ഈ ബന്ധം തുല്യതയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. ഒരു ശക്തമായ രാഷ്ട്രവുമായി കൂട്ടുകെട്ട് പുലർത്തുമ്പോൾ അതിന്റെ നിയമപരവും രാഷ്ട്രീയപരവുമായ സ്വാധീനങ്ങൾ സഹജമായി ഉണ്ടാകും. എന്നാൽ അതൊരു രാജ്യത്തിന്റെ ആഭ്യന്തര നയനിർണയങ്ങളെ നിയന്ത്രിക്കുന്ന നിലയിലേക്ക് മാറരുത്. ഇന്ത്യയുടെ വിദേശ നയം പാരമ്പര്യമായി തന്ത്രപരമായ സ്വയംഭരണം എന്ന ആശയത്തിൽ അധിഷ്ഠിതമാണ്. ശീതയുദ്ധകാലത്ത് നോൺ അലൈൻമെന്റ് എന്ന നിലപാട് സ്വീകരിച്ച ഇന്ത്യ ഇന്ന് ബഹുസഖ്യ ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഈ പശ്ചാത്തലത്തിൽ അമേരിക്കയുമായി സഹകരിക്കുമ്പോഴും സ്വതന്ത്ര നിലപാട് ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ്. ഇന്ത്യയുടെ ശക്തി അതിന്റെ വിപുലമായ വിപണിയും യുവജന സംഖ്യവും സാങ്കേതിക കഴിവുമാണ്. ഈ ശക്തികളെ ഉപയോഗിച്ച് സമതുലിതമായ വ്യാപാര ബന്ധങ്ങൾ രൂപപ്പെടുത്താൻ കഴിയുന്നുവെങ്കിൽ ഒരൊറ്റ രാജ്യത്തിന്റെ സമ്മർദ്ദവും നിർണായകമാകുന്നു. റഷ്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്, ദക്ഷിണേഷ്യ എല്ലാ മേഖലകളുമായും വൈവിധ്യമാർന്ന ബന്ധങ്ങൾ നിലനിർത്തുന്നതിലൂടെ ഇന്ത്യക്ക് തന്ത്രപരമായ ഇടപെടൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാം. അദാനിയെ കുറിച്ചുള്ള ആരോപണങ്ങളോ US ഏജൻസികളുടെ അന്വേഷണങ്ങളോ നിയമപരമായ പ്രക്രിയകളിലൂടെ തീർപ്പാക്കപ്പെടേണ്ടതാണ്. പക്ഷെ അതിന്റെ രാഷ്ട്രീയ സാമ്പത്തിക പ്രതിഫലനങ്ങളെ അവഗണിക്കാനാവില്ല. ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ഇന്ത്യയുടെ താല്പര്യങ്ങൾ മുൻനിർത്തി സമ്മർദ്ദങ്ങൾക്കും കൂട്ടുകെട്ടുകൾക്കും ഇടയിൽ സമതുലിത്വം കണ്ടെത്തേണ്ടത് ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്. ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തമായിരിക്കട്ടെ, എന്നാൽ അത് പരസ്പര ബഹുമാനത്തിന്റെയും തുല്യതയുടെയും അടിസ്ഥാനത്തിലായിരിക്കണം. ഇല്ലെങ്കിൽ സാമ്പത്തിക സഹകരണം എന്ന പേരിൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ചുരുങ്ങുന്ന സാഹചര്യം രൂപപ്പെടുമെന്ന ആശങ്ക പൂർണ്ണമായും അടിസ്ഥാനരഹിതമാവില്ല. ഇന്ത്യയുടെ ഭാവി തീരുമാനിക്കുന്നത് ഇന്ത്യ തന്നെയായിരിക്കണം, മറ്റൊരു രാജ്യമായിരിക്കണം.